ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 36 അധ്യായം സൂറത്തു യാസീൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 54 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 55 മുതൽ 58 വരെയുള്ള ആയത്തുകൾ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തകിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി, അന്ത്യനാൾ ഒരു ഘോര ശബ്ദമായിരിക്കും. പരലോകത്ത് ഒരാളോടും അനീതി കാണിക്കപ്പെടുകയില്ല. എല്ലാവർക്കും അവർ പ്രവർത്തിച്ചതിനനുസരിച്ച് അവർക്ക് നാളെ പരലോകത്ത് ലഭിക്കും. ശേഷം അള്ളാഹു പറയുകയാണ്, ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. ഇന്ന നിശ്ചയമായും, തീർച്ചയായും, ഉറപ്പായും, അസ്ഹാബൽ ജന്നത്തി, സ്വാഹിബ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അസ്ഹാബ്. സ്വാഹിബ് എന്ന് പറഞ്ഞാൽ ആൾ, അസ്ഹാബ് ആളുകൾ. അസ്ഹാബുൽ കഹ്ഫ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ഗുഹാവാസികൾ, ഗുഹയുടെ ആളുകൾ. അസ്ഹാബൽ ജന്നത്തി, ജന്നത്തിൻ്റെ ആളുകൾ. അസ്ഹാബ് ആളുകൾ, ജന്നത്ത് സ്വർഗം. അപ്പോൾ സ്വർഗത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ സ്വർഗക്കാർ. അൽ യൗമ അന്ന്, ആ ദിവസം. ഫീ ഷുഗ്ലിൻ, ഷുഗ്ൽ എന്ന് പറഞ്ഞാൽ ജോലി. ഷുഗ്ൽ എന്ന് പറയുമ്പോൾ അവിടെ ഗൈനിന് ലമ്മാണ്, ഷുഗു എന്നാണ്. അത് ഗൈനിന് സുക്കൂനാണെങ്കിലും ഷുഗ്ൽ എന്നാണെങ്കിലും ജോലി എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഫീ എന്ന് പറഞ്ഞാൽ ഇൽ, ഫീ ഷുഗ്ലിൻ ജോലിയിൽ, ഏർപ്പാടിൽ. ഫാക്കിഹൂൻ, ഫക്കിഹ എന്ന് പറഞ്ഞാൽ ആനന്ദിച്ചു, സുഖം അനുഭവിച്ചു എന്നൊക്കെയാണ്. ഫാക്കിഹുൻ സുഖം അനുഭവിക്കുന്നവൻ അല്ലെങ്കിൽ ആനന്ദിക്കുന്നവൻ. ഫാക്കിഹൂൻ എന്ന് പറയുമ്പോൾ സുഖം അനുഭവിക്കുന്നവർ, ആനന്ദിക്കുന്നവർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫാക്കിഹുൻ എന്ന് പറഞ്ഞാൽ സുഖം അനുഭവിക്കുന്നവൻ, ആനന്ദിക്കുന്നവൻ എന്നാണല്ലോ. ഫാക്കിഹത്തുൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ താഴിടുമ്പോൾ സുഖം അനുഭവിക്കുന്നവൾ, ആനന്ദിക്കുന്നവൾ എന്ന സ്ത്രീലിംഗ രൂപത്തിലുള്ള അർത്ഥമുണ്ട്, പഴവർഗ്ഗം എന്നർത്ഥമുണ്ട്. ഫാക്കിഹത്ത് പഴവർഗ്ഗം, അത് 57-ാമത്തെ ആയത്തിൽ വരുന്നുണ്ട്. ശരി, ഫാക്കിഹൂൻ ഇവിടെ അർത്ഥം സുഖം അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ ആനന്ദിക്കുന്നവർ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാക്കിഹൂൻ. നിശ്ചയമായും അന്നേ ദിവസം സ്വർഗവാസികൾ, സ്വർഗത്തിലെ ആളുകൾ സുഖം അനുഭവിക്കുന്ന ജോലികളിൽ ആയിരിക്കും, അല്ലെങ്കിൽ ജോലികളിൽ സുഖം അനുഭവിക്കുന്നവരായിരിക്കും. അടുത്ത ആയത്ത്, ഹും വ അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തകിഊൻ. ഹും അവർ, വ അസ്വാജുഹും സൗജ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അസ്വാജ്. സൗജ് എന്ന് പറഞ്ഞാൽ ഇണ, അസ്വാജ് ഇണകൾ. അസ്വാജു ഹും എന്ന് പറയുമ്പോൾ അവരുടെ ഇണകൾ. അവസാനത്തെ ഹും എന്നുള്ളതിന് അവർ എന്നുള്ള അർത്ഥം. അപ്പോൾ അസ്വാജുഹും അവരുടെ ഇണകൾ എന്നാണ് അർത്ഥം കിട്ടുക. അതിൻ്റെ മുമ്പിൽ അത്ഫിന് വേണ്ടിയിട്ടൊരു വാവുണ്ട്, വ അസ്വാജുഹും അവരുടെ ഇണകളും. അപ്പോൾ ഹും വ അസ്വാജുഹും ഒന്നിച്ച് പറയുമ്പോൾ അവരും അവരുടെ ഇണകളും എന്നാണ് ഒന്നിച്ച് പറയുമ്പോൾ അർത്ഥം പറയാം. ആയത്തിൻ്റെ തുടക്കത്തിൽ ഹും എന്നുണ്ട്, അതിൻ്റെ അർത്ഥം മാത്രം പറയുമ്പോൾ അവർ എന്നാണ് അർത്ഥം പറയുക. പക്ഷേ അതിനുശേഷം വ അസ്വാജുഹും അവരുടെ ഇണകളും എന്ന പദം വന്നതുകൊണ്ട് ആ തുടക്കത്തിലുള്ള ഹും എന്നുള്ളതിന് അവരും എന്നർത്ഥം കൊടുക്കണം. മലയാളത്തിൽ അങ്ങനെയാണല്ലോ നമ്മൾ പറയാം. അപ്പോൾ ഹും വ അസ്വാജുഹും അവരും അവരുടെ ഇണകളും. ഫീ ളിലാലിൻ, ലില്ല് എന്ന് പറഞ്ഞാൽ തണൽ, ലിലാല് തണലുകൾ. ഫീ ളിലാലിൻ തണലുകളിലായിരിക്കും. അലൽ അറായിക്ക്, അല എന്ന് പറഞ്ഞാൽ മേൽ, അറായിക്ക് അരീക്കത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അറായിക്ക്. അറായിക്ക് എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. ചാരുമഞ്ചങ്ങൾ, അലങ്കൃതമായ കട്ടിലുകൾ, സോഫകൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അർത്ഥം പറയാം. വിശദീകരണത്തിൻ്റെ സമയത്ത് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ പറയാം. അപ്പോൾ അലൽ അറായിക്ക് സോഫകളിന്മേലായിരിക്കും, അല്ലെങ്കിൽ അലങ്കൃതമായ കട്ടിലുകളിൽ ആയിരിക്കും. മുത്തക്കി ഊൻ, ഇത്തക്ക എന്ന് പറഞ്ഞാൽ ചാരിയിരുന്നു എന്നാണ്. മുത്തക്കി ചാരിയിരിക്കുന്നവൻ, മുത്തക്കി ഊൻ ചാരിയിരിക്കുന്നവർ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഹും വ അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായിക്കി മുത്തക്കി ഊൻ. അവരും അവരുടെ ഇണകളും തണലുകളിലായിരിക്കും,
ചാരുമഞ്ചങ്ങളിൽ അല്ലെങ്കിൽ അലങ്കൃതമായ കട്ടിലുകളിൽ അല്ലെങ്കിൽ സോഫകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. അടുത്ത ആയത്ത് ലഹും ഫീഹ ഫാക്കിഹത്തുൻ വലഹും മാ യദ്ദഊൻ. ലഹും അവർക്കുണ്ട്, ആ ആളുകൾക്കുണ്ട്, ആ സ്വർഗവാസികൾക്കുണ്ട്, ഫിഹ അവിടെ അല്ലെങ്കിൽ അതിൽ എന്ന് പറഞ്ഞാൽ ആ സ്വർഗത്തിൽ, ഫാക്കിഹത്തുൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, ഫാക്കിഹത്ത് എന്ന് പറഞ്ഞാൽ പഴവർഗ്ഗം. അത് മനുഷ്യരെക്കുറിച്ച് പറയുമ്പോൾ ഫാക്കിഹത്ത് എന്ന് പറയുമ്പോൾ സുഖം അനുഭവിക്കുന്നവൾ അല്ലെങ്കിൽ ആനന്ദിക്കുന്നവൾ എന്നുള്ള അർത്ഥം കൊടുക്കാം. അതല്ലാത്ത രൂപത്തിൽ പറയുമ്പോൾ പഴവർഗ്ഗം. വലഹും അവർക്കുണ്ട് താനും, വാവ് അത്തിഫിൻ്റെ വാവായിട്ടോ ഇസ്തിനാഫിയുടെ വാവായിട്ടോ പറയാം. തൊട്ട് മുമ്പ് പറഞ്ഞ അത് മാത്രമല്ല ഇനി പറയുന്നതും, വലഹും ലഹും അവർക്കുണ്ട്, വലഹും ഇതും അവർക്കുണ്ട്, മാ യദ്ദഊൻ. ഇദ്ദഅ എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു, ആശിച്ചു, പ്രാർത്ഥിച്ചു, ആവശ്യപ്പെട്ടു എന്നൊക്കെ അർത്ഥമുണ്ട്. യദ്ദഊൻ എന്ന് പറയുമ്പോൾ അവർ ആഗ്രഹിക്കുന്നു, അവർ ഇച്ഛിക്കുന്നു, അവർ ആശിക്കുന്നു. മാ എന്ന് പറഞ്ഞാൽ അത്, മാ യദ്ദഊൻ അവർ ആഗ്രഹിക്കുന്നത്, അവർ ആശിക്കുന്നത്. അപ്പോൾ ലഹും ഫീഹ ഫാക്കിഹത്തുൻ വലഹും മാ യദ്ദഊൻ, അവർക്ക് അവിടെ പഴവർഗ്ഗമുണ്ട്, അവർ ആഗ്രഹിക്കുന്നത് എന്തും അവർക്കവിടെയുണ്ട്. അടുത്തായത് സലാമുൻ ഖൗലം മിർ റബ്ബി റഹീം. സലാം, സലാം എന്ന് പറഞ്ഞാൽ സമാധാനം അല്ലെങ്കിൽ ശാന്തി, രക്ഷ. ഖൗലൻ വാക്ക്, മിൻ റബ്ബിൻ റബ്ബ് നാഥൻ രക്ഷിതാവ്, മിർ റബ്ബിൻ രക്ഷിതാവിൽ നിന്നുള്ള, നാഥനിൽ നിന്നുള്ള, റഹീം പരമകാരുണ്യവാനായ. അപ്പോൾ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം സലാമുൻ ഖൗലം മിർ റബ്ബി റഹീം. സലാം പരമകാരുണ്യവാനായ രക്ഷിതാവിൽ നിന്നുള്ള വാക്ക് എന്ന് പറഞ്ഞാൽ സലാം എന്നുള്ള ആ ഒരു അഭിസംബോധന വാക്ക്, സമാധാനം, ശാന്തി എന്ന ആ ഒരു അഭിസംബോധന വാക്ക് അവരോട് പറയപ്പെടും എന്നാണ് ഉദ്ദേശം. അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള, പരമകാരുണ്യവാനായ രക്ഷിതാവിൽ നിന്നുള്ള സലാം എന്ന വാക്ക് അവരെ അറിയിക്കും എന്നാണ് ഉദ്ദേശം. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോവാം. ഇവിടെ സ്വർഗവാസികൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. നിശ്ചയമായും സ്വർഗത്തിലുള്ള ആളുകൾ അവർ ഫീ ഷുഗലിൻ ഫാക്കിഹൂൻ, ഫീ ഷുഗലിൻ ജോലിയിലായിരിക്കും, ഫാക്കിഹൂൻ ആനന്ദിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇവിടെ ആനന്ദിക്കുന്ന ജോലി അതെന്താണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധ്യമല്ല. അതിൻ്റെ വിശദീകരണത്തിൽ ഒന്നുകിൽ അവരവിടെ സുഖം അനുഭവിക്കുക എന്ന് തന്നെ ആയിരിക്കും അവരുടെ ജോലി, വേറെ ജോലിയൊന്നുമില്ല. അവർക്ക് അവിടെയുള്ള ജോലി എന്ന് പറഞ്ഞാൽ സുഖം അനുഭവിക്കുന്ന ഏർപ്പാടാണ്. അപ്പോൾ അവരവിടെ സുഖം അനുഭവിക്കുന്ന ജോലിയിലായിരിക്കും, ആ ജോലിയാണ് അവർക്ക് ആകെയുള്ളൂ, സുഖം അനുഭവിക്കുക, അതാണ് അവരുടെ ജോലി. അല്ലെങ്കിൽ അവർ എന്ത് ചെയ്താലും അവിടെ ആ ഒരു സ്വർഗത്തിൽ അവർ എന്ത് ചെയ്താലും അത് അവർക്ക് ആനന്ദകരമായിരിക്കും, അതിലവർക്ക് സുഖം ലഭിക്കും. അപ്പോൾ അവിടെ ആ ഒരു സ്വർഗത്തിൽ അവർ എന്തൊക്കെ ചെയ്താലും അതിലൊക്കെ അവർക്ക് ആനന്ദം കിട്ടും എന്ന രൂപത്തിലാവാം. അല്ലെങ്കിൽ സുഖം അനുഭവിക്കുക എന്നുള്ള മാത്രം ജോലിയാണ് അവർക്ക് അവിടെ ഉണ്ടാവുക എന്ന രൂപത്തിലും ആവാം. ഏതായാലും നമുക്കറിയാമല്ലോ, ആശയം ഇതാണ്, സ്വർഗത്തിൽ സ്വർഗവാസികൾ സുഖം അനുഭവിക്കുന്നവരായിരിക്കും, അവർക്കവിടെ സുഖം മാത്രമേ കിട്ടുള്ളൂ. ഹും വ അസ്വാജുഹും ഫി ളിലാലിൻ അലൽ അറായിക്കി മുത്തക്കിഊൻ. അതിൻ്റെ ഒരു വിശദീകരണം എന്നോണം പിന്നെ പറയാണ്, അവരും അവരുടെ ഇണകളുമൊക്കെ തണലുകളിലായിരിക്കും, കുളിർമയിലായിരിക്കും. അലൽ അറായിക്കി മുത്തക്കിഊൻ, അവർ ചാരുമഞ്ചങ്ങളിൽ അലങ്കൃതമായ കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. ലഹും ഫിഹ ഫാക്കിഹത്തുൻ വലഹും മാ യദ്ദഊൻ, അവർക്കവിടെ പഴവർഗ്ഗമുണ്ട്, അവർ ആഗ്രഹിക്കുന്നത് എന്തുമുണ്ട്. നോക്കൂ നിങ്ങൾ, ഇവിടെ സ്വർഗത്തിൽ എല്ലാം ലഭിക്കും, എല്ലാം ലഭിക്കും, ആഗ്രഹിക്കുന്നതൊക്കെ അവിടെ ലഭിക്കും. എന്നിട്ട് അവരവിടെ സുഖം അനുഭവിക്കുന്നതിൻ്റെ ചെറിയ സാമ്പിളുകൾ മാത്രം എടുത്തു പറയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുമ്പ് ചില ക്ലാസ്സുകളിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരിക്കലും നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ചാരിയിരിക്കുന്ന അലങ്കൃതമായ കട്ടിൽ അല്ലെങ്കിൽ സോഫകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലും സോഫകളില്ലേ, ഇത് കിട്ടാനാണോ അങ്ങോട്ട് പോകുന്നത് എന്ന രൂപത്തിലേക്ക് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ജന്നാത്തുൻ തജ്രീമിൻ തഹ്തിൽ അൻഹാർ പല സ്ഥലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗം. അപ്പോൾ നമ്മുടെ നാട്ടിലും അരുവികളൊക്കെ ഒഴുകുന്നുണ്ടല്ലോ, അങ്ങനെയുള്ളൊരു തോട്ടം കിട്ടാനാണോ അങ്ങോട്ട് പോകുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ വിശദീകരണമായിക്കൊണ്ട് നമുക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ്. ഇന്നേ വരെ ഒരു കണ്ണും കാണാത്ത, ഇന്നേ വരെ ഒരു കാതും കേൾക്കാത്ത, ഇന്നേ വരെ ഒരാൾക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ഉന്നതമായ സുഖസൗകര്യങ്ങളും സുഖങ്ങളുമായിരിക്കും അവിടെ ആനന്ദിക്കുക. അതിലെല്ലാം പെട്ടു. ഒരിക്കലും നമുക്കിവിടെ ചിന്തിക്കാൻ പോലും പറ്റില്ല.
പിന്നെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ചില സാമ്പിളുകൾ പറയുന്നതാണ് ഇതൊക്കെ. അവിടെ ചാരിയിരിക്കുന്ന സോഫകളുണ്ട്, അവരും അവരുടെ ഇണകളും തണലുകളിലായിരിക്കും, ചാരുമഞ്ചങ്ങളിലായിരിക്കും എന്നൊക്കെ. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വഹാബിമാരും മറ്റുമൊക്കെ മനസ്സിലാക്കിയതും നമ്മൾ മനസ്സിലാക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമില്ലേ ഈ കാര്യത്തിൽ തന്നെ? ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഫർണിച്ചർ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ സോഫ, ഏറ്റവും മുന്തിയ സോഫയാണ് വാങ്ങുന്നതെങ്കിൽ ലക്ഷങ്ങൾ വില വരും. വളരെ വില കൂടിയത്, ആർഭാടകരമായിട്ടുള്ളത് അത് വാങ്ങുകയാണെങ്കിൽ ലക്ഷങ്ങൾ വില വരും. അതുപോലെയുള്ള ഒരു സോഫ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. അവരുടെ അന്നത്തെ കാലത്തെ സോഫ എന്നൊക്കെ പറയുന്നത് അവരുടേതായ ആ ലളിതമായ രൂപത്തിലുള്ള ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. ഒരു പക്ഷേ ഓല കൊണ്ട് മെടഞ്ഞതോ മറ്റൊക്കെ ആയിരിക്കും. അതൊക്കെ അവർക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്നതിൽ വെച്ചിട്ട് ഏറ്റവും മുന്തിയ തരം സോഫ തന്നെ വളരെ വില കൂടിയതാണ്. എന്നാൽ ഇനി വരും തലമുറ നമ്മളീ ചിന്തിച്ചത് പോലും വളരെ ചെറുതാണെന്ന് ചിന്തിക്കും. അപ്പോൾ ഇതെന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ നിർവാഹമില്ല. മറിച്ച് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ഉന്നതമായ, അത്രയും സുഖം ലഭിക്കുന്ന സൗകര്യങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക. ഇരിക്കുന്നതാണെങ്കിലും അവിടെ നമുക്ക് ലഭിക്കുന്നതാണെങ്കിലും നമ്മൾ ചെയ്യുന്നതാണെങ്കിലും ഒക്കെ ഏറ്റവും മനോഹരമായ, ഏറ്റവും സുഖം ആനന്ദിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക. അവിടെ പരസ്പരം വഴക്കോ വെക്കാനോ ഒന്നുമില്ല, പരസ്പരം തെറ്റലും കാര്യങ്ങളൊന്നുമില്ല. അവിടെ തിന്മകളില്ല, വെറും സന്തോഷം മാത്രം, സ്നേഹം മാത്രം. ആ രൂപത്തിലായിരിക്കും മനുഷ്യൻ സ്വർഗത്തിലുണ്ടാവുക. അപ്പോൾ ഈ നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് തിന്മ ചെയ്യാനും നന്മ ചെയ്യാനും ഒക്കെ ഇവിടെ അവസരങ്ങളുണ്ട്. ആ തരത്തിൽ മനസ്സ് പ്രയാസപ്പെടുന്ന രംഗങ്ങളുണ്ട്. പക്ഷേ സ്വർഗത്തിൽ മനസ്സ് പ്രയാസപ്പെടുന്ന ഒരു രംഗമില്ല, മനസ്സ് ബുദ്ധിമുട്ടാവുന്നൊരു പ്രശ്നം അവിടെ വരുന്നില്ല. കാരണം മനുഷ്യനെ ആ രൂപത്തിലാണ് അള്ളാഹു സ്വർഗത്തിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും സുഖങ്ങൾ മാത്രമായിരിക്കും ലഭിക്കുക. അതിൻ്റെ പല പല സാമ്പിളുകൾ അള്ളാഹു പല സ്ഥലങ്ങളിലായി പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ലഭിക്കുന്ന സുഖങ്ങൾ ഒരിക്കലും ഈ ലോകത്തുള്ള സുഖങ്ങളെപ്പോലെ അല്ല, ഇതുമായിട്ട് താരതമ്യം ചെയ്യാൻ പോലും പറ്റൂല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലഹും ഫിഹ ഫാക്കിഹത്തുൻ വലഹുമ്മ യദ്ദഊൻ. അവർക്കവിടെ പഴവർഗ്ഗമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലും പഴവർഗ്ഗം ഉണ്ടല്ലോ. പക്ഷേ ആ സ്വർഗത്തിലുള്ള പഴവർഗ്ഗം ഇന്നേ വരെ ഒരാളും ആനന്ദിക്കാത്ത, ഒരാൾക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത രൂപത്തിലുള്ള ആനന്ദം ലഭിക്കുന്ന അത്രയും നല്ല മഹത്തായ ഒരു പഴവർഗ്ഗമായിരിക്കും. മാ യദ്ദഊൻ, അവർ ആഗ്രഹിക്കുന്നതൊക്കെ അവിടെ കിട്ടും. എന്താണോ അവർ ആഗ്രഹിക്കുന്നത്, അവരെന്തൊക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാലും ആ ആഗ്രഹിക്കുന്നതെല്ലാം അള്ളാഹു അവിടെ കൊടുക്കും. അവിടെ ഒന്നും കിട്ടാതിരിക്കൂല. എന്നിട്ട് അവസാനത്തെ ആയത്തിൽ അള്ളാഹു പറയാം സലാമുൻ, ശാന്തിയുടെ വാക്ക്, സമാധാനത്തിൻ്റെ വാക്ക്. സലാം അതായത് സമാധാനം, ശാന്തി. ഈ ഒരു അഭിവാദ്യ വചനം ഖൗലൻ, അതൊരു വാക്കാകുന്നു. മിർ റബ്ബി റഹീം, പരമകാരുണ്യവാനായ നാഥനിൽ നിന്നുള്ള, പരമകാരുണ്യവാനായ റബ്ബിൽ നിന്നുള്ള ഒരു വാക്കാകുന്നു അത്. ഈ വാക്ക് അവരോട് പറയപ്പെടുന്നർത്ഥം, സ്വർഗത്തിലുള്ള ആളുകൾക്ക് ഈ വാക്ക് അറിയിക്കുമെന്നർത്ഥം. അത് അള്ളാഹു നേരിട്ട് തന്നെ പറയുകയാണ് എന്ന അഭിപ്രായമുണ്ട്. മലക്കുകളിലൂടെ ആ ഒരു അഭിവാദ്യ വചനം അവരെ അറിയിച്ചു കൊണ്ടിരിക്കും എന്ന അഭിപ്രായമുണ്ട്. അള്ളാഹു ആലം. ഏതായാലും അവർക്ക് ഈ അഭിവാദ്യ വചനം ലഭിക്കും. ഇതൊക്കെ വളരെ വലിയ ഒരു അനുഗ്രഹമാണ്. നാളെ പരലോകത്ത് സ്വർഗത്തിലെത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടുന്ന് ചിന്തിക്കുന്ന പോലെയല്ല. പരലോകത്ത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ വലിയ ഒരു അനുഗ്രഹമായിട്ടും ഏറ്റവും മഹത്തായ ഒരു കാര്യമായിട്ടും എന്താണ് തോന്നുന്നത്? അള്ളാഹുവിനെ നേരിട്ട് കാണാൻ പറ്റുക, അള്ളാഹുവിൽ നിന്നുള്ള ഒരു അഭിവാദ്യം ലഭിക്കുക. ഇതൊക്കെ ഏറ്റവും സുന്ദരമായ, ഏറ്റവും മഹത്തായ, ഏറ്റവും വലിയ അനുഗ്രഹങ്ങളായിട്ടാണ് ആ സ്വർഗത്തിലുള്ള സത്യവിശ്വാസികൾക്ക് അനുഭവപ്പെടുക. ഇവിടുന്ന് നമ്മൾ പറയുമ്പോൾ സ്വർഗത്തിലെത്തിയ ആളുകൾക്ക് അള്ളാഹുവിനെ കാണുന്നൊക്കെ പറയുമ്പോൾ അതിന് ഒരുപക്ഷെ അത്രത്തോളം നമുക്ക് പ്രാധാന്യം ചിലപ്പോൾ തോന്നണമെന്നില്ല. പക്ഷേ നാളെ പരലോകത്ത് സ്വർഗത്തിലെത്തിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ നേരിട്ട് കാണാൻ പറ്റുക, അതായിരിക്കും അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ അവർക്ക് ഏറ്റവും വലിയതായിട്ട് അവർക്ക് അനുഭവപ്പെടുക. നമുക്കറിയാം, ചെറിയ മക്കൾ, വളരെ ചെറിയ കുട്ടികൾ, 1 വയസ്സോ 6 മാസമൊക്കെയുള്ള ചെറിയ കുട്ടികൾ, അവർ സ്വന്തം ഉമ്മയുടെ മടിത്തട്ടിലിരുന്ന് കൊണ്ട് പാല് കുടിക്കുമ്പോൾ ആ ഉമ്മാനങ്ങനെ കണ്ട് ആസ്വദിക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കി. എത്ര നിഷ്കളങ്കമായ രൂപത്തിലാണ് ആ കുട്ടി ആ ഉമ്മാനെങ്ങനെ കണ്ട് ആസ്വദിക്കുന്നതില്ലേ, സ്വന്തം ഉമ്മാനെ. ആ സമയത്ത് സ്വന്തം ഉമ്മയുടെ മുഖത്തേക്കുള്ള ആ ഒരു കാഴ്ചയായിരിക്കും ഏറ്റവും വ്യക്തമായ കാഴ്ച. പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കുട്ടികൾക്ക് മങ്ങിയ കാഴ്ചകളായിരിക്കും. കാരണം ആ ഒരു പ്രായത്തിൽ ഏകദേശം
ആ ഒരു 25-30 സെൻറ്റിമീറ്റർ അകലത്തേക്കൊക്കെയാണ് കുട്ടികൾക്ക് കൃത്യമായ കാഴ്ചകൾ ഉണ്ടാവുക. അപ്പോൾ സ്വന്തം ഉമ്മയുടെ മടിത്തട്ടിലിരുന്നു കൊണ്ട് ഉമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്ന ആ കുട്ടി നിഷ്കളങ്കമായ രൂപത്തിൽ ഉമ്മയെ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുകയാണ്. വല്ലാത്തൊരു അനുഗ്രഹമായിട്ടും വല്ലാത്തൊരു അത്ഭുതമായിട്ടും വല്ലാത്തൊരു സ്നേഹമായിട്ടുമാണ് ആ കുട്ടി അത് അനുഭവിക്കുന്നത്. അതുപോലെ വളരെ നിഷ്കളങ്കമായ രൂപത്തിൽ അള്ളാഹുവിനെ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുക, അള്ളാഹുവിനെ കാണാൻ പറ്റുക വലിയൊരു അനുഗ്രഹമായിട്ടാണ് സത്യവിശ്വാസികൾക്ക് അത് അനുഭവപ്പെടുക എന്നർത്ഥം. ഇനി നമുക്ക് ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. ഇന്ന നൂനിൻ്റെ ശബ്ദം മണിക്കണം, അസ്ഹാബൽ ജന്നത്തി നൂനിൻ്റെ ശബ്ദം അവിടെയും മണിക്കണം, ജന്നത്തിൽ. അൽ യൗമ ഫീ ഷുഗ്ലിൻ അവസാനത്തിൽ തൻവീന് ശേഷം ഫ ആണ്. ഫിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ഇഖ്ഫ ആണ് നിയമം, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ ഷുഗ്ലിൻ ഫാക്കിഹൂൻ, ഷുഗ്ലിൻ ഫാക്കിഹൂൻ. ഫാക്കിഹൂൻ എന്നുള്ളതിൻ്റെ അവസാനത്തെ നൂനിന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. അടുത്ത ആയത്ത് ഹും വ അസ്വാജുഹും ഫീ ദിലാലിൻ, അവിടെ തൻവീനാണ് ശേഷം ഐനാണ്. ഐനിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ഇൽഹാറാണ് നിയമം, വെളിവാക്കി പറയണം അല്ലെങ്കിൽ പുറത്തേക്ക് കേൾക്കണം ആ നൂനിൻ്റെ ശബ്ദം. അപ്പോൾ ദിലാലിൻ എൻ എന്നുള്ള നൂനിൻ്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കണം. ദിലാലിൻ, ദിലാലിൻ അലൽ അറായിക്കി. അറായിക്കി എന്ന് പറയുമ്പോൾ റാ എന്നുള്ള നീട്ടലിന് ശേഷം ഹംസ വന്നു, ഈ എന്നുള്ളത് ഹംസയാണ്. അപ്പോൾ നീട്ടലും ഹംസയും മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു, ഒരേ പദത്തിലാണ്. അറായിക്ക് ഒറ്റപ്പദമാണല്ലോ, ഒറ്റ പദത്തിൻ്റെ ഉള്ളിൽ തന്നെ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു. അങ്ങനെയാകുമ്പോൾ 4-5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നിർബന്ധമായിട്ടും നീട്ടണം. മദ് മുത്തസിൽ എന്നാണ് അതിന് പറയാം. അപ്പോൾ അറായിക്കി, മുത്തക്കി ഊൻ അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. ലഹും ഫീഹ ഫാക്കിഹത്തുൻ, ഫാക്കിഹത്തുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന് ശേഷം വാവാണ്. വാവിൻ്റെ മുമ്പ് തൻവീന് വരുമ്പോൾ ആ തൻവീനിനെ വാവിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക, ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ ഫാക്കിഹത്തും വ, ഫാക്കിഹത്തും വ. വലഹുമ്മ 2 മീമുകൾ അടുത്തടുത്ത്, ആദ്യത്തെ മീമിന് സുക്കൂന്. അങ്ങനെയാകുമ്പോൾ രണ്ടും കൂടെ ചേർത്ത് ഷദ്ദുള്ള മീമ് പറയുന്ന പോലെ മണിക്കലോട് കൂടി പറയാം. വലഹുമ്മ, വലഹുമ്മ യദ്ദഊൻ അവസാനത്തെ നൂന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടിൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. അടുത്ത ആയത്ത് സലാമുൻ അവസാനത്തിൽ തൻവീന് ശേഷം ഖാഫാണ്. ഖാഫിൻ്റെ മുമ്പ് തൻവീന് വരുമ്പോൾ അതിനെ ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. സലാമുൻ ഖൗലൻ, സലാമുൻ ഖൗലൻ. ഖൗലൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന് ശേഷം മീമാണ്. ആ തൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക, ഇദ്ഗാം ബിഗുന്ന. ഖൗലം മിൻ, ഖൗലം മിൻ. മിൻ റബ്ബിനെ എടുത്തു കഴിഞ്ഞാൽ മിൻ, അതോടെ അവസാനത്തിൽ സുക്കൂനുള്ള നൂന് ശേഷം റോ ആണ്. റാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നാൽ ആ സുക്കൂനുള്ള നൂനിനെ പൂർണ്ണമായിട്ടും റായിലേക്ക് ലയിപ്പിക്കുക, സുക്കൂനുള്ള നൂന് ഉച്ചരിക്കണ്ട. പൂർണ്ണമായിട്ടും റായിലേക്ക് ലയിപ്പിക്കുക, മണിക്കാൻ പാടില്ല. അപ്പോൾ മിർ റബ്ബിൻ, മിർ റബ്ബിൻ, മിൻ എന്ന് പറയില്ല, മിർ റബ്ബിൻ. റബ്ബിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന് ശേഷം വീണ്ടും റാ ആണ്. റഹീം എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ റാ ആണ്. ആ തൻവീനിനെ റായിലേക്ക് പൂർണ്ണമായിട്ടും ലയിപ്പിക്കുക, മണിക്കാനേ പാടില്ല. രണ്ടും ഒരേ നിയമം. ഒരു സ്ഥലത്ത് റാഇൻ്റെ മുമ്പ് തൻവീന് റബ്ബിർ റഹീം എന്ന് പറയുമ്പോൾ റാഇൻ്റെ മുമ്പ് തൻവീന്, മിർ റബ്ബിൻ എന്ന് പറയുമ്പോൾ റാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന്. രണ്ടിടത്തും ഒരേ നിയമമാണ്. ആ സുക്കൂനുള്ള നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ റായിലേക്ക് പൂർണ്ണമായും ലയിപ്പിക്കുക, മണിക്കാനേ പാടില്ല. ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന എന്നാണ് നിയമത്തിൻ്റെ പേര്. അപ്പോൾ മിർ റബ്ബിർ റഹീം എന്ന രൂപത്തിലാണ് അവിടെ പാരായണം ചെയ്യുക. അവസാനത്തെ മീമിന് സുക്കൂന്, തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. നമുക്ക് ഈ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാക്കിഹൂൻ. ഹും വ അസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തകിഊൻ. ലഹും ഫീഹാ ഫാക്കിഹത്തുൻ വലഹും മാ യദ്ദഊൻ. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ഗ്രാമർ നോക്കുകയാണെങ്കിൽ ഇന്ന അസ്ഹാബ, ഇന്ന, അന്ന, കഅന്ന പോലെയുള്ള പദങ്ങൾ വന്നാൽ അതിന് ശേഷം അതെന്തിനെക്കുറിച്ചാണോ പറയുന്നത് ആ പദത്തിന്, ആ ഇസ്മിന് ഇന്നയുടെ ഇസ്മ് അല്ലെങ്കിൽ അന്നയുടെ ഇസ്മ് എന്നൊക്കെയാണ് പറയാം. അപ്പോൾ ഇവിടെ ഇന്ന അസ്ഹാബ എന്ന് പറയുമ്പോൾ ഇന്നയുടെ ഇസ്മ് അസ്ഹാബ എന്നുള്ള പദമാണ്. കാരണം ഇന്ന ആ അസ്ഹാബിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ഇന്നയുടെ ഇസ്മിന് നെസ്ബാണ് കിട്ടുക, സാധാരണ ഫത്തഹ് കൊണ്ടോ ഫത്തഹ് തൻവീൻ കൊണ്ടോ. അതുകൊണ്ടാണ് ഇന്ന അസ്ഹാബ എന്ന് പറഞ്ഞത്, അവസാനത്തിൽ ഫത്തഹ് ഇട്ടത്. ഇന്നല്ലാഹ എന്നാ പറയാം, ഇന്നല്ലാഹ ഗഫൂറിൻ. ഇന്നല്ലാഹു എന്ന് പറയില്ല. അതേപോലെ ഇന്ന അസ്ഹാബു എന്ന് പറയില്ല, ഇന്ന അസ്ഹാബ എന്നാണ് പറയാം. ഇനി അസ്ഹാബൽ ജന്നത്തി എന്ന് എടുത്തു കഴിഞ്ഞാൽ അസ്ഹാബിനെ ജന്നത്തിലേക്ക് ചേർത്തു. തോട്ടത്തിൻ്റെ ആളുകൾ എന്നല്ലേ, ഒന്നിൻ്റെ മറ്റൊന്നെന്ന് പറയുമ്പോൾ മുലാഫ് മുലാഫിൻ ലേഹി എന്നാണ് അതിന് പറയാം. അസ്ഹാബ് എന്നുള്ളത് മുലാഫാണ്, ജന്നത്ത് എന്നുള്ളത് മുലാഫിൻ ലേഹിയാണ്. കാരണം അസ്ഹാബിനെ ജന്നത്തിലേക്ക് ചേർത്തു. ഏതിലേക്കാണോ ചേർത്തത് അതിനെയാണ് മുലാഫിൻ ലേഹി പറയാം. അപ്പോൾ ജന്നത്താണ് ഇവിടെ മുലാഫിൻ ലേഹി.
ഈ മുലാഫിൻ ഇലൈഹിയുടെ പ്രത്യേകത അതിന് എപ്പോഴും ഇറാബ് ജറായിരിക്കും. ജർ എന്ന് പറഞ്ഞാൽ സാധാരണ കെസർ കൊണ്ടോ കെസർ തൻവീൻ കൊണ്ടാണ് സൂചിപ്പിക്കുക. അതുകൊണ്ടാണ് ജന്നത്തി എന്നെഴുതിയത്, അവസാനത്തിൽ കെസറിട്ട് എഴുതിയത്. എന്നാൽ മുലാഫ്, അസ്ഹാബാണുള്ള മുലാഫ്, മുലാഫിൻ്റെ ഇറാബ് അത് എവിടെ ഇരിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇന്നയ്ക്ക് ശേഷം ഇരുന്നതുകൊണ്ട് അസ്ഹാബ എന്ന് വന്നു. ഇനി ഇന്ന അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ അസ്ഹാബുൽ ജന്നത്തി എന്നാണ് വരിക. അപ്പോൾ അസ്ഹാബിൻ്റെ ഇറാബ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, അതിൻ്റെ സ്ഥാനത്തിനനുസരിച്ച് മാറും. എന്നാൽ ജന്നത്ത്, ആ ഒരു മുലാഫിൻ ഇലൈഹിയുടെ ഇറാബ് എപ്പോഴും ജറായിരിക്കും, സാധാരണ കസർ കൊണ്ടോ കസർ തൻവീൻ കൊണ്ടോ. അതുകൊണ്ടാണ് ജന്നത്തി എന്നെഴുതിയത്. ഇനി ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ഷുഗലിൻ, ഫീ എന്നുള്ളത് ഹർഫ് ജറാണ്. അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. അതുകൊണ്ടാണ് ഷുഗലിൻ അവസാനത്തിൽ കസർ തൻവീൻ ഇട്ട് എഴുതിയത്, ആ ഫീ വന്നതുകൊണ്ടാണ്. ഫാക്കിഹൂൻ ഹും വ അസ്വാജുഹും ഫീ ലിലാലിൻ, വീണ്ടും ഫീ വന്നു, അതുകൊണ്ടാണ് ലിലാലിൻ അവസാനത്തിൽ കസർ തൻവീൻ ഇട്ട് എഴുതിയത്. അലയും അതുപോലെയാണ്. അല ആ ഫീയെ പോലെ തന്നെയാണ്, ഹർഫ് ജറാണ്. അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടണം. അതുകൊണ്ടാണ് അലൽ അറായിക്കി അവസാനത്തിൽ അറായിക്കി അവസാനത്തിൽ കസറിട്ട് എഴുതിയത്. മുത്തക്കി ഊൻ ലഹും ഫീഹ ഫാക്കിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലം മിർ റബ്ബിൻ. മിൻ എന്നുള്ളതും ഹർഫ് ജറാണ്. അതുകൊണ്ടാണ് റബ്ബിൻ എന്നെഴുതിയത്, കസർ തൻവീനിട്ട് എഴുതിയത്. ആ റബ്ബിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് റഹീം. ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടനയാണ് കിട്ടുക. അതുകൊണ്ട് റബ്ബിൻ, റഹീമിൻ രണ്ടും കസർ തൻവീനിലാണ് അവസാനിക്കുന്നത്. രണ്ടിൻ്റെയും മുമ്പ് അലിഫ്ലാമില്ല. രണ്ടും സ്ത്രീലിംഗാണെങ്കിൽ സ്ത്രീലിംഗം, പുല്ലിംഗാണെങ്കിൽ പുല്ലിംഗം, ഒരേ രൂപത്തിലാണ് എഴുതുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.